ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം പുകയുന്നതിനിടെ പശ്ചിമേഷ്യയെ ആകെ പിടിച്ചുലയ്ക്കുന്ന പുതിയൊരു ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഹോർമുസിന്റെ നിയന്ത്രണത്തിലൂടെ ആഗോള വിപണിയെ സ്വാധീനിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നത് പകൽ പോലെ വ്യക്തമാണെന്നും എന്നാൽ ഇറാന്റെ കരുത്ത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും പ്രമുഖ ഇറാനിയൻ പാർലമെന്റ് അംഗം അബുൽ ഫസൽ സൊഹ്റേവി നടത്തിയ പ്രസ്താവന ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരാണ് യഥാർത്ഥ വിജയികളെന്ന് സൊഹ്റേവന്ത് തുറന്നടിച്ചു. ലോകത്തെ സമുദ്ര വ്യാപാരത്തിന്റെ സിരയായി അറിയപ്പെടുന്ന ഈ മേഖലയിൽ ഇറാന് വ്യക്തമായ മേൽക്കൈയുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആവശ്യമെന്ന് കണ്ടാൽ ചെങ്കടലിന്റെ കവാടമായ ബാബൽ മന്ദബ് കടലിടുക്കിലും തങ്ങൾ ഇടപെടൽ നടത്തുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയെയും സഖ്യകക്ഷികളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കേവലം ഒരു അതിർത്തി തർക്കമല്ലെന്നും അത് ലോകത്തിന്റെ ഊർജ്ജ ഭദ്രതയെ ബാധിക്കുന്ന ഒന്നാണെന്നും ഈ പ്രസ്താവന അടിവരയിടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. ഈ പാതയിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ പോലും ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരും. അതിനിടയിലേക്കാണ് ബാബൽ മന്ദബ് എന്ന രണ്ടാമത്തെ ഞരമ്പ് കൂടി മുറിക്കുമെന്ന ഭീഷണി ഉയരുന്നത്. അമേരിക്കൻ സൈനിക സാന്നിധ്യം ഹോർമുസ് മേഖലയിൽ വർദ്ധിക്കുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നയതന്ത്ര നീക്കം ഉണ്ടാകുന്നത്. തങ്ങളെ സൈനികമായി വളയാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സമുദ്ര വ്യാപാര പാതകളെ തടസ്സപ്പെടുത്തുക എന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും മാരകമായ ഒന്നാണ്. ബാബൽ മന്ദബ് കടലിടുക്കിൽ ഇറാന് നേരിട്ട് നിയന്ത്രണമില്ലെങ്കിലും അവിടെ സജീവമായ ഹൂതി വിമതരുമായുള്ള ഇറാന്റെ ബന്ധം പരസ്യമായ രഹസ്യമാണ്. ഇറാനിയൻ എംപിമാരുടെ വാക്കുകൾ ഈ ബന്ധത്തെ ശരിവെക്കുന്ന ഒന്നാണ്. യമൻ തീരത്തോട് ചേർന്നുള്ള ഈ പാതയിൽ സ്വാധീനം ചെലുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് പരോക്ഷമായി ആ മേഖലയിലെ തങ്ങളുടെ സഖ്യശക്തികളുടെ കരുത്തിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിലെ ബംഗൂരിയൻ വിമാനത്താവളത്തിൽ അമേരിക്കൻ വ്യോമസേന ടാങ്കർ വിമാനങ്ങൾ വിന്യസിച്ചത് ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകാം. ഇറാന്റെ മണ്ണിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ തിരിച്ചടിയായി ലോകത്തിന്റെ സാമ്പത്തിക സിരകൾ മുറിക്കുമെന്ന സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇത്തരം ഭീഷണികൾ ഉയർന്നു വരുന്നത് മേഖലയിലെ അവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. രണ്ട് വലിയ കടൽപാതകൾ ഒരേ സമയം അടച്ചുപൂട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. ഏഷ്യയിൽ നിന്നുള്ള ചരക്കു നീക്കവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണവും പൂർണ്ണമായും നിലയ്ക്കും. ഇത് ആഗോള വിപണിയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇറാന്റെ ഈ ഡബിൾ ചോക്കിംഗ് തന്ത്രം ലോകശക്തികളെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇറാൻ വെറും ഒരു വാക്കല്ല, മറിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കാം. കടലിടുക്കുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇറാന്റെ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും ആധുനിക മിസൈൽ സംവിധാനങ്ങളും ഏതൊരു നാവികസേനയ്ക്കും വെല്ലുവിളിയാണ്. ഹോർമുസിലെ നിരീക്ഷണം ശക്തമാക്കിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ ബാബൽ മന്ദബിലെ സുരക്ഷയെക്കുറിച്ചും വേവലാതിപ്പെടേണ്ടി വരുന്നു. സൊഹ്റേവന്തിന്റെ വാക്കുകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്ന ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇത്തരം കടുത്ത പ്രസ്താവനകൾ നടത്തുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ വിപണനം തടസ്സപ്പെട്ടാൽ അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഇതര രാജ്യങ്ങൾ ഈ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇറാന്റെയും അമേരിക്കയുടെയും കടുത്ത നിലപാടുകൾ അതിന് തടസ്സമാകാറുണ്ട്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ തന്നെ കൂടുതൽ സുരക്ഷയുള്ള പാതകളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. എന്നാൽ ബാബൽ മന്ദബും ഹോർമുസും ഒഴിവാക്കി യാത്ര ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. ദൂരം കൂടുന്നതും ഇന്ധന ചെലവ് വർദ്ധിക്കുന്നതും സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകും. ഇറാന്റെ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ ഷിപ്പിംഗ് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചു തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഇറാനോടുള്ള കർക്കശമായ നിലപാട് ഇത്തരം പ്രകോപനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നു. ചാരപ്പണി പിടിക്കപ്പെട്ടു എന്നും അതിർത്തിയിൽ വിമാനങ്ങൾ വട്ടമിടുന്നു എന്നുമുള്ള വാർത്തകൾക്ക് പിന്നാലെ ഇറാന്റെ ഈ നീക്കം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ കളിത്തട്ട് ഇപ്പോൾ ഹോർമുസിൽ നിന്നും ചെങ്കടലിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു.
ഇറാന്റെ ഈ നീക്കം അമേരിക്കൻ നയതന്ത്രജ്ഞരെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹോർമസിലെ കരുനീക്കങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതേണ്ടി വരും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ഇറാന്റെ സ്വാധീനം എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്നതിന്റെ തെളിവായി ഇത് മാറുന്നുണ്ട്. കടലിടുക്കുകൾക്ക് മേലുള്ള ആധിപത്യം രാഷ്ട്രീയ വിജയത്തിന് തുല്യമാണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇത്തരമൊരു ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഇറാന്റെ ലക്ഷ്യം വ്യക്തമാണ്: സൈനിക ബലത്തിൽ തങ്ങൾ പിന്നിലല്ലെന്ന് തെളിയിക്കുക. വരും ആഴ്ചകളിൽ ഹോർമുസ് കടലിടുക്കിലെയും ബാബൽ മന്ദബിലെയും സാഹചര്യം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. അമേരിക്കയുടെ സൈനിക വിന്യാസവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണികളും തമ്മിലുള്ള ഈ ബലപരീക്ഷണം ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. ഒരേ സമയം രണ്ട് പാതകളിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഇറാന്റെ നീക്കം ഒരു ആഗോള യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ഭയത്തിലാണ് ലോകം ഇപ്പോൾ. ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത്.